ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ശ്രദ്ധ. അപ്പം നമ്മൾ ഇപ്പൊ വളരെ റീസെന്റ് ഒരു പുതിയ ന്യൂസ് നമ്മളെല്ലാം കാണുകയുണ്ടായി. ഒരു സ്കൂളിൽ ഒരു കുട്ടി തട്ടം ഇട്ടുകൊണ്ട് വരുന്നു. അപ്പൊ ആ സ്കൂളിലെ ഡ്രസ് കോഡിന് അഥവാ യൂണിഫോമിന് എതിരായിട്ടാണ് അതെന്ന് പറഞ്ഞ് ആ സ്കൂൾ മാനേജ്മെന്റ് അതിൽ നിന്ന് വിലക്കുന്നു. പിന്നെ അത് ഗവൺമെന്റ് അതിൽ ഇൻവോൾവ് ആകുന്നു. അങ്ങനെ അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിട്ട് മാറുന്നുണ്ട്. ശരിക്കും യൂണിഫോം എന്ന് പറയുന്നത് എന്താണ് എന്താണെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? യൂണിഫോം എന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഇതേ അർത്ഥമേ മീനിങ് ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് അതായത് കുട്ടികളുടെ ഇടയിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ യൂണിഫോം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾ പല ലെവൽസിൽ നിന്ന് വരുന്നവരുണ്ടാവും. ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, അപ്പർ ക്ലാസ്സിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കും. അങ്ങനെ അവർ തമ്മിൽ ഒരു ഭേദം ഉണ്ടാവാതിരിക്കാൻ, ഒരു ഡിഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണിഫോം എന്നൊരു കോൺസെപ്റ്റ് തന്നെ. അപ്പൊ എല്ലാവരും ഒരുപോലെ ഇരിക്കും. ആ, എന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഇതാ ഇങ്ങനെ വന്നു, കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ട് വന്നു, എനിക്ക് ഇത്രയല്ലേ ഇടാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വന്നത്. അപ്പൊ അതായിരിക്കണം യൂണിഫോം. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓൾറെഡി അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയാണ് സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് അറിയാമായിരുന്നു. എന്നിട്ട് കൂടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചു വരുന്നത് ശരിക്കും ഒരു നല്ല പ്രവണതയല്ല. ജിൽബി പറഞ്ഞ പോലെ തന്നെ നമ്മള് ചിലപ്പോ ഒരുപാട് പൈസ എടുക്കാനില്ലാത്തവർ കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കണമെന്ന് കരുതി ഒരുപക്ഷെ നല്ല സ്കൂളുകൾ, അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ലഭിക്കുന്ന സ്കൂളുകൾ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ താരതമ്യം ചെയ്യുമല്ലോ കുട്ടികളെ ചേർക്കുമ്പോൾ ഏത് സ്കൂളാണ് നല്ലത്, അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുന്നത്. അപ്പം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും നല്ല സ്കൂളുകൾ നോക്കി കുട്ടികളെ മാതാപിതാക്കൾ അവിടെ അയക്കും. അപ്പോൾ എവിടെ അയച്ചാൽ തന്നെയും യൂണിഫോം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ കാഴ്ചയിൽ ഒരുപോലെ കാണാൻ നമുക്ക് പറ്റും. ഇപ്പൊ പല പല ഡ്രസ്സിൽ യൂണിഫോം ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിവുകൾ നടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത് കുട്ടികൾക്കിടയിൽ തന്നെ വളരെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും യൂണിഫോമിന്റെ കാര്യത്തിൽ വരുമ്പോൾ. ഇപ്പൊ യൂണിഫോം എന്തുകൊണ്ടും നല്ലതാണ്, മികച്ച ഒരു തീരുമാനമാണെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ തട്ടം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഓരോ മതത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ യൂണിഫോം എന്നതിന്റെ കോൺസെപ്റ്റിന്റെ മുകളിൽ ഒരു തട്ടത്തില് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. യൂണിഫോം അപ്പാടെ മാറ്റി കളഞ്ഞിട്ടുള്ള ഒരു തട്ടം മാത്രമേ എനിക്ക് അതിനകത്തില് ഇതൊരു പ്രശ്നമാവോ ഈ പറയുന്നത് തട്ടം. ഹലോ ഗൈസ്. കോൺട്രവേഴ്സി വരാൻ ചാൻസ് ഉണ്ട്. യെസ്. അപ്പോ എല്ലാ മതത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നമ്മൾ പണ്ട് കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ കാണാം യൂണിഫോം, അതിന്റെ മുകളിൽ തട്ടം ഇട്ടുകൊണ്ടാണ് മുസ്ലിം കുട്ടികൾ വരാറുള്ളത്. ഹിന്ദുസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഡ്രസ് കോഡ് ഒന്നുമില്ല, പക്ഷെ അവരൊരു ചന്ദനം തൊടും. അപ്പം ഓരോ മതത്തിനും അതിൻ്റെതായ ബ്യൂട്ടി, അതിൻ്റെതായ റെപ്രസെന്റേഷൻസ് ഉണ്ട്. അതിന്റെ പേരിൽ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കി അതൊരു വലിയ പ്രശ്നമാക്കി കുട്ടികൾക്കിടയിൽ അതൊരു വലിയ അടിയാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു ഒത്തൊരുമ തന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റിയിലാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ ഒരു ബലം തന്നെ. ഇവിടെ ഇപ്പം ഒരുപാട് ഈ ഒരു ടോപ്പിക്കിനെ വെച്ച് മുതലെടുപ്പ് നടക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ന്യൂസ് കാണുന്ന സമയത്ത്. ആക്ച്വലി സ്കൂളുകളിലെ യൂണിഫോം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞോട്ട് ഒരു ഇൻക്ലൂസിവിറ്റി, എല്ലാ ആൾക്കാരും ഈക്വൽ ആണ്, അവിടെ ഉള്ളവരെല്ലാം എന്താ പറയുന്നത്, ഒരു വേർകൃത്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ടോപ്പിക്കില് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിട്ട് എടുത്ത് കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇടുന്നത് മെയിൻ ആയിട്ട്. അപ്പം സെക്യുലറിസവും ഈ യൂണിഫോമും അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അവനവന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഈ ഒരു വാക്ക് സെക്യുലറിസം, അവനവന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ നമ്മൾ ഏത് സ്കൂളാണെങ്കിലും, ഇപ്പം ഏത് മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്കൂളുകളിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈശ്വര പ്രാർത്ഥന പോലും അതൊരു കോമൺ പ്രാർത്ഥനയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അതൊരിക്കലും ഒരു മതത്തെ ഡിപ്പെൻഡ് ചെയ്ത്, അതൊരിക്കലും ഒരു പർട്ടിക്കുലർ മതത്തിന്റെ പ്രാർത്ഥനയാവാൻ പാടില്ല. അതൊരു കോമൺ ആയിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട്. അതാവണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു കാര്യമല്ലേ. അതായത് ഇപ്പം ജാസ്മിൻ റീസണിൽ പറഞ്ഞതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കുട്ടികൾ പഠിക്കുന്നത് തന്നെ സ്കൂളിലാണ്.
അതായത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ പല പല മതത്തിലുള്ള ആൾക്കാരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പല ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, പല കൾച്ചർ ഉള്ളവരുണ്ട്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയും അതിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് സ്കൂൾസിൽ നമ്മൾ വരുന്നത്. അതാണ് നമ്മൾ ബഹുമാനം. എനിക്ക് എന്റെ കാര്യങ്ങള്, എന്റെ വിശ്വാസങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിശ്വാസത്തിന് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കാനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് സ്കൂൾസിൽ. അല്ലാതെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി അത് വലിയ പ്രശ്നങ്ങളാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് അവരുടെ ഉള്ളില്, അവരുടെ ഇടയിൽ തന്നെ ഒരു വേർതിരിവ്. ഇത്രയും നാൾ ഇതിനെപ്പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല കുട്ടികൾ. ഇപ്പൊ അവരതിനെപ്പറ്റി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് അവരിപ്പൊ അതിനെപ്പറ്റി ഇത്രയും നാളും എന്റെ കൂട്ടുകാരിയായിരുന്നു, എന്റെ ഫ്രണ്ട് ആയിരുന്നു അവള്, അവൾക്ക് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് അവർ ചിന്തിച്ചു പോകും. അതൊക്കെ സ്കൂളുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. സ്കൂൾസ് അതിനുവേണ്ടി ഉള്ളതല്ല. സ്കൂൾസ് എല്ലാവരുടെയും സാഹോദര്യവും സന്തോഷവും അവരുടെ ഷെയറിങ്, കെയറിങ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. മെയിൻലി ഇപ്പം എനിക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷെ ഫസ്റ്റില് നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇത് അവരറിഞ്ഞ്, അവര് കൺവിൻസ് ആയി, അവർ കുട്ടിയെ ചേർത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതൊരു പ്രശ്നമായി വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് ഇതൊക്കെ ഓക്കെ ആയിരുന്നു, പേരൻസിന് ഓക്കെ ആയിരുന്നു, കുഞ്ഞിന് ഇത് ഓക്കെ ആയിരുന്നു. കുഞ്ഞ് ചിലപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇതൊരു പ്രശ്നമായി എന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഉറപ്പായിട്ടും ആ കുട്ടിയുടെ അസൗകര്യമല്ല. അത് നമുക്കറിയാം. ഇത്രയും കാലം അത് പഠിച്ചത് തന്നെയല്ലേ, അല്ലാതെ ഇപ്പൊ പൊട്ടി മുളച്ച് പെട്ടെന്ന് ഒരു സ്കൂളിൽ വന്നതല്ലല്ലോ. അപ്പോ അതൊരിക്കലും പെട്ടെന്ന് വന്നൊരു കാര്യമില്ല. പിന്നെ അതുപോലെ ഇതൊരു പ്രശ്നമാക്കാൻ നടക്കുന്നത് ഒരിക്കലും എന്താ പറയാ, ഇതൊക്കെ കെട്ടിച്ചമയ്ക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു റിയൽ പ്രശ്നമൊന്നും അല്ല. ചില മനുഷ്യർക്ക് ചില കാര്യങ്ങൾ പീസ്ഫുൾ ആയിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്റ്റാർ ആവാൻ എന്തെങ്കിലും 2-3 സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ട് കൊടുത്തണം. അത് എത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റണം. അത്രേ ഉള്ളൂ അവർക്ക്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഇഷ്യൂ ഇല്ല അവിടെ. ആ ഇഷ്യൂ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി മതമാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും അവരവരുടെ മതത്തെ പറ്റി മോശം പറയുന്നത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് നമ്മുടെ മതത്തെ പറ്റി പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മതത്തെ പറ്റിയും പറയാതിരിക്കുക. അത്രേ ഉള്ളൂ. ജിൽബി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മതം വലുതാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ മതം വലുതാണ്. നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ സെക്യുലറിസത്തിൽ പോലും ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് നന്മയെന്ന് തോന്നുന്നു അത് നമ്മൾ മറ്റുള്ളവരിലും ആശ്രയിക്കണം, ആഗ്രഹിക്കണം. നമുക്ക് മാത്രമല്ലല്ലോ എല്ലാം, നമുക്ക് എല്ലാവരും ഇല്ലേ. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ മേന്മകളും ഗുണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടേതായ കാര്യങ്ങളിൽ മാത്രം അടിയുറച്ച് നമുക്ക് നമ്മുടെ മാത്രം നല്ലത്, ബാക്കിയെല്ലാം മോശം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റണം. കുട്ടികളിലേക്കും അത് ഇൻജെക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഏറ്റവും നല്ല അടി ഉണ്ടാക്കാനുള്ള മാർഗം ഒരു വിഷം കുത്തിവെക്കലാണ്. അത് ഈ ഒരു രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു വാല്യൂസ് മൊത്തം പോകും. നമ്മുടെ സാഹോദര്യം, എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പൊ അപ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊണ്ടുവരുമ്പം കുട്ടികൾ തമ്മിലുള്ള സ്നേഹം ഇതൊക്കെ പിന്നീട് വലിയ 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 എന്താ പറയാ ദ്രോഹത്തിലേക്ക് കടക്കും. എന്തിനാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് നമ്മളൊരു റീസൺ ആയിട്ട് മാറുന്നത്? അതെ, സത്യം. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ഇന്നസെൻസ് നിറഞ്ഞൊരു കാലഘട്ടമാണ്. ആ ഒരു ടൈമില് ഇപ്പൊ ഈ ജിൽബി പറഞ്ഞോട്ട് തന്നെ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ കൂടെ പഠിച്ച കുട്ടികൾ ഇത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു തട്ടമോ അല്ലെങ്കിൽ അങ്ങനെ. ഇതിപ്പോ ഇത്രയും വലിയൊരു പ്രശ്നമാക്കി ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്ക് പല പല അജണ്ടകൾ കാണും. അവരുടെ അജണ്ടകളായിരിക്കും അവിടെ നടപ്പിലാക്കുന്നത്. പക്ഷെ ഇതിലൂടെ ഹർട്ട് ആകുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുന്നത് കുട്ടികളുടെ മനസ്സിലാണ്. വളരെ ഇന്നസെന്റ് ആയിട്ട്, വളരെ എല്ലാം. ഇപ്പം നമ്മൾ തന്നെ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് പേരുകളാ, അല്ലാതെ അത് ഇന്ന മതത്തിൽപ്പെടുന്ന ആളുടെ ഇന്ന മതമാണോ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനാണ്. അതിപ്പോ മുഹമ്മദ് ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും എല്ലാം നമ്മുടെ കൂട്ടുകാരാ. അവിടെ നമ്മൾ നോക്കുന്നില്ല ഇവർ ഏത് മതത്തിൽ പോകുന്നു, ഏത് ഇതിൽ പോകുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലുള്ള സ്കൂളുകൾ പോലും ആ മതത്തിനേക്കാളും കൂടുതൽ മോറൽ വാല്യൂസ് വേണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ഈ എന്താ പറയുന്നത്, ആ ഒരു മതത്തിന്റെ ക്ലാസ്സുകളെക്കാളും കൂടുതൽ മോറൽ വാല്യൂസ് ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതെ, ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മതവും ഒന്നാണ്, ഒരു ദൈവവും പറയുന്നില്ല, മറ്റൊരു മതത്തിലുള്ള ആളെ പോയി ദ്രോഹിക്കാൻ ആരും പറയുന്നില്ല. എല്ലാ ദൈവങ്ങളും പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ മതവും പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മതത്തിന്റെ കീഴിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കുന്നത്.
അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. ഏത് ഇപ്പൊ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ഏത് ബുക്ക് വേണമെങ്കിലും, ബൈബിൾ വേണമെങ്കിലും, ഖുറാൻ വേണമെന്നുണ്ടെങ്കിലും, ഭഗവത്ഗീത വേണമെങ്കിലും, ഏത് വേണമെങ്കിലും എടുത്ത് വായിക്കും. സ്നേഹമാണ് അവര് സ്പ്രെഡ് ചെയ്യാൻ പറയുന്നത്. സ്നേഹിക്കുക, സന്തോഷിക്കുക, പരസ്പരം കരുതുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വരുന്നത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ മനുഷ്യനായിട്ട് വേണം കാണാൻ. അതൊരു മനുഷ്യനാണ്, അല്ലാതെ അത് ഒരിക്കലും ഒരു നമ്മുടെ ശത്രുവോ നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന ആളോ അങ്ങനെ ഒരാളല്ല അത്. നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ വന്നിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കി അവരുടെ ഇടയിൽ ഓൾറെഡി നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അതായത് അവരുടെ പഠിക്കുന്ന ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ, അവരുടെ ക്യാരക്ടർ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ, അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ അഡോളസൻസ് ഏജിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള അവരുടെ തന്നെ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് ഉണ്ടാവുന്നില്ല. അവർക്ക് ഒരു റോൾ കൺഫ്യൂഷൻ വരും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും കൺഫ്യൂഷൻസും ഡിഫിക്കൽട്ടീസും ഉള്ള സമയത്താണ് ഇവർ ഇങ്ങനെയും കൂടെ ഒറ്റ ആവശ്യമില്ലാത്ത ഒരു കാര്യം കൂടി ഈ കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് വീണ്ടും വീണ്ടും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ. ഇപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടിയിട്ടേ ഇത് കാരണമായിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ ഒരു കാര്യം ഇപ്പം ഇത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുമ്പോഴും അവർക്കൊരു തിരിച്ചറിവിനുള്ള ഒരു പ്രായമാകുന്നത് വരെ അവരോട് പറയുന്ന കാര്യങ്ങൾക്കും അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾക്കും നമ്മൾ അത് നമുക്ക് മുതിർന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്ക് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ, അവർക്ക് നമ്മൾ ഈ മുതിർന്ന ഇത്രയും പ്രായമായവർ ഇത്രയും ലൈഫ് എക്സ്പീരിയൻസും ഇത്രയും ക്വാളിഫിക്കേഷൻസും ഉള്ള നമ്മൾ ചിന്തിക്കാത്തത് ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ചിന്തിക്കും? അതുവരേക്കും അവര് ചിന്തിച്ച് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു പ്രായം വരേക്കെങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. കാരണം അത് അവരുടെ മനസ്സിൽ പതിയും. പിന്നെ അതിലായിരിക്കും അവർ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ഫ്യൂച്ചറിലായിരിക്കും ഇതൊരു വലിയ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും പിന്നെ റിവൈൻഡ് ചെയ്ത് പോകാൻ അവർക്ക് ലൈഫ് പോലും ഉണ്ടാകുന്നവരില്ല. ജിൽബിയ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ചെറുപ്പത്തിൽ ചില കാര്യങ്ങള്, ചില ഇമേജസ് പതിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫ് മുഴുവൻ അത് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ചിലപ്പോ ഉണ്ടല്ലോ, ഈ കുട്ടി ഒരു ക്രിസ്ത്യനെ വെറുക്കുകയാണ്, എന്തൊക്കെയോ കാരണം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ വെറുക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഈ കുട്ടിക്ക് ഒരു ക്രിസ്ത്യാനിയോട് പോലും ഒരു തരത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഷെയറിങ്ങോ, അല്ല എനിക്കിനി എന്റെ ലൈഫിൽ അങ്ങനെ ഒരാൾ വേണ്ട, അത് പിന്നീട് വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു വിഭാഗക്കാരോടുള്ള ദേഷ്യമായിട്ടോ അല്ലെ അവരെ നശിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന കൈൻഡ് ഓഫ് ഒരു തോട്ടായിട്ടോ മാറാം. അപ്പൊ ഇതൊന്നും ഒരിക്കലും ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പ്രായമായി വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നതല്ല. ഒരു മതവും ചെറുതാണെന്ന് പോലെ ഇതൊക്കെ ഇപ്പൊ തന്നെ ഈ എന്തെങ്കിലും ഒരാൾ ഒരു ചെറിയ ഒരു വിഭാഗത്തിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രഖ്യാപിച്ചാല് ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ഫലമായിട്ട് വരുന്നതല്ല. ഉറപ്പായിട്ട് ഇത് ഒരാളുടെ മനസ്സിൽ വരുന്നതായിരിക്കും. ആ ഒരാളുടെ മനസ്സിൽ വരുന്ന ആ ഒരു കരട് അയാള് അടുത്തുള്ള ആളിലേക്ക് കുത്തിവെക്കും. എന്നിട്ട് അവരൊരു ടീമാകും. അവരുടെ ടീമിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കും. അങ്ങനെ അവിടെ നിൽക്കുന്ന ആളിനെതിരായിട്ട് ഇവർ പ്രവർത്തിച്ച് ചില സമയത്ത് ചില കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം യൂത്ത് ആണ് എന്ന് പറഞ്ഞ പോലെ ചിലതില് ആയുധം ഏറ്റവും നല്ലത് കുട്ടികളാണ്. കുട്ടികൾ ചിലര് കൊച്ചു പ്രായത്തില് എല്ലാവരുമായിട്ട് ഓക്കെ, നല്ല കളിയും ചിരിയും സംസാരവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാണും. പക്ഷെ ഇവര് ദേഷ്യം അല്ലെങ്കിൽ ആരെങ്കിലും കുത്തി നിറച്ചു കഴിഞ്ഞാല് ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വിഭാഗക്കാരോട് ചിലപ്പോൾ അടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ചില മനുഷ്യരുടെ വ്യക്തിപരമായ ചില ഫീലിങ്സ് കാരണമോ അല്ലെങ്കിൽ മാനസികമായ ചില വൈകല്യങ്ങൾ കാരണമോ അവരുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചില തീരുമാനങ്ങൾ കുട്ടികളിലേക്ക് കുത്തിവെക്കുകയാണ്. ചില കുടുംബത്തിലും ആ പ്രശ്നങ്ങളുണ്ട്. ചില വീട്ടിലെ മൂത്ത അതായത് ഇപ്പം വല്യമ്മമാര് അല്ലെ വല്യപ്പന്മാര് അവര് പറഞ്ഞു കൊടുക്കും, അവനോടൊന്നും കൂട്ടുകൂടണ്ട, അവനൊക്കെ മറ്റേ ഒരു വിഭാഗത്തിൽപ്പെട്ടതാ, അവരോടൊന്നും കൂട്ടുകൂടണ്ട, ശരിയല്ല, നിനക്ക് ദോഷം അത് എന്ന് പറഞ്ഞു കൊടുക്കും. ജിൽബി പറഞ്ഞ പോലെ അത്രയും കാലം അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ വളർന്നു വന്ന കുട്ടി അന്ന് തൊട്ട് ചിന്തിക്കാൻ തുടങ്ങും, ഇവൻ ചെയ്യുന്നതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇവൻ എന്താ ചെയ്യുന്നത്. ഇവര് മാറി നിന്ന് ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഉള്ള ആൾക്ക് എന്ത് കണ്ടാലും മഞ്ഞയാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്താൽ പിന്നെ അതേ കയറി പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചിലരുടെ വ്യക്തിപരമായ ഒരു വഴക്കാണ് ഇത് പിന്നീട് വലിയൊരു സോഷ്യൽ വഴക്കിലേക്ക് മാറുന്നത്. അല്ലാതെ മതങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ല. എന്താണ് കൃഷ്ണനും ക്രിസ്തുവും തമ്മിലുള്ള പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. സത്യം, തൊഴിലില്ലായ്മയുടെ ഏറ്റവും അങ്ങേ അറ്റമാണ് ദൈവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്.
സാധാരണ ആൾക്കാർ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതാണ് അവർക്കുള്ള ബലഹീനതകളിൽ അവരെ കൂടെ നിൽക്കാനും അവരെ സഹായിക്കാനും വേണ്ടി, അല്ലെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവങ്ങളോട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ആ ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊരു രാജാവിനെ അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റം, ഒരു ഗവൺമെന്റ് സിസ്റ്റം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ആ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാർ ഇറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ പോലീസുകാര് നമ്മുടെ നാട്ടിലെ ഡെക്കോറം കീപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ആ പോലീസുകാരെ നാളെ ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യും, മറ്റുള്ളവരിൽ നിന്ന് ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പോലീസിനെ കൊണ്ട് ഒരു ഗുണമുണ്ടോ? അത്രയും ഒരു ഗവൺമെന്റ് അത്രയും ഫണ്ട് മുടക്കി ആ ഒരു പോലീസ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ സെയിം സത്യം പറഞ്ഞാൽ ഈ മതത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് മതത്തിനെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ബലഹീനതയിൽ ആ മനുഷ്യനെ സംരക്ഷിക്കാനും ആ മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതയെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി. ആ ദൈവത്തെ നമ്മൾ നാളെ കൊടിയും പിടിച്ച് വടിയും എടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിന് അതിലും വലിയൊരു ഇൻസൾട്ട് വേറെ ഉണ്ടോ? അത് ഏത് ദൈവം ആയിക്കോട്ടെ, ആ ദൈവത്തിന് അതിലും വലിയൊരു ഇൻസൾട്ട് വേറെ ഉണ്ടോ? എനിക്കറിയത്തില്ല, എന്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നാണ്. ഇപ്പം ഈ ഒരു ഇഷ്യൂയിൽ തന്നെ ആ സ്കൂളിന്റെ ഫ്രണ്ടില് പോലീസുകാർ വന്ന് നിൽക്കുന്നു, മീഡിയ വന്ന് നിൽക്കുന്നു, ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്നു. ഇത് കാണുന്ന കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് കുഞ്ഞു മനസ്സിൽ ഇപ്പം ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഉണ്ട്. ഒരു കൂട്ടം പോലീസുകാർ വന്ന് നിൽക്കുന്നു, ആ സിറ്റുവേഷനിലോട്ട് സ്കൂളിലോട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ചിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ട്രോമ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് എങ്ങനെ അത് മുന്നോട്ട് അതിനെ പെർസീവ് ചെയ്യും എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ പറഞ്ഞോട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോടുള്ള ഒരു ഫോബിയ ആയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട്, അതിപ്പോ ഏത് റിലീജിയനിലും ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലർ ആൾക്കാരോടുള്ള ഒരു പേടിയായിട്ടോ ഒക്കെ വളർന്നു വരാനുള്ള ഒരു ചാൻസ് വളരെ അധികമുണ്ട്. ഈ പറഞ്ഞ ഒരു ഇഷ്യൂ ഇല്ലാതെ, ഒരു ജാതിയുടെ ഒരു പ്രശ്നം ഇല്ലാതെ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ ക്യാമ്പുകളിൽ വോളണ്ടിയർ ആയിട്ട് പോയി നിന്നിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വീട്ടില് ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. ആ പോയ അവസ്ഥയിൽ അവിടെ ഒരു മതവും ഇല്ല, ഒരു ജാതിയില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യരും, പണക്കാരനില്ല, പാവപ്പെട്ടവരെന്നില്ല, ഒന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കാൻ നേരം നല്ലൊരു അങ്കിള് വന്നിട്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇച്ചിരി ഫുഡ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തു മനുഷ്യനെ. അത് അവിടെ ഉള്ളവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട്. പക്ഷെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടാനൊക്കെ തീർന്നു, ആകെ ചോറ് മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആങ്ങളെ ചോറ് മാത്രമേ ഉള്ളൂ, കൂട്ടാനൊന്നുമില്ല. അപ്പൊ ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, ആ മോനെ ചോറെങ്കിലും ഉണ്ടല്ലോ എന്നാണ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം എന്റെ ഉള്ളൊന്ന് പാളി ആ ഒരു സംസാരം കേട്ടപ്പം. എന്നിട്ട് ഞങ്ങള് ആ അങ്കിളിന് ചോറും പിന്നെ ഉണ്ടായിരുന്ന കൂട്ടാൻ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി അവിടുന്ന് തിരിച്ചു വന്നപ്പോ എന്റെ അങ്കിള് ചോദിച്ചു, അത് ആരാന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് പറഞ്ഞു, ആ ഒരു ഏരിയയിലെ, ഞാൻ ഏരിയ ഏതാണെന്ന് ഒന്നും പറയുന്നില്ല, ആ ഒരു ഏരിയയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മനുഷ്യനാണ് വന്ന ആ ഫുഡ് ഞങ്ങളോട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്ന് ചോദിച്ചത്. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുന്ന മനുഷ്യൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ ഈ മതത്തിന്റെ പേരിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മനുഷ്യൻ അടിയുണ്ടാക്കാൻ സമയമുള്ളത്. ഒരു ആപത്ത് വരുന്ന സമയത്ത് അവിടെ മതവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇതൊന്നും ഒരു കുട്ടികളുടെ മൈൻഡിൽ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർക്ക് ഇതിനെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഗിമിക്ക് എന്താണ്, ഇതിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ തന്നെ അത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള വലിയ കോൺസിക്വൻസിലോട്ടേ അത് പോകത്തുള്ളൂ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് സെൻസിറ്റീവ് ആക്കിയത് തന്നെ ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അത് ഒരിക്കലും അത്ര സെൻസിറ്റീവ് ആവേണ്ട കാര്യമല്ല. കാരണം നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, അതിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോ ഒരു മതത്തിന് വിശ്വസിക്കാത്ത എത്രയോ പേരുണ്ട്. എന്തോ ഒരു ശക്തി, ഒരു പ്രകൃതിയുടെ എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത്? ഇപ്പം ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാൻ ഒരു ദൈവം, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കും, അങ്ങനെ ഒരു ദൈവം. ഇങ്ങനെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കും, അങ്ങനെയൊക്കെ ഒരു പേടിക്കാൻ ഒരു ദൈവം. അല്ലെങ്കിൽ ഒരു സങ്കടം വന്ന അയ്യോ ഞങ്ങളെ കാത്തോണേ, ഞാൻ എന്റെ അപ്പനെയും അമ്മയും കാത്തോണേ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പഠിച്ചും ഒക്കെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പം അവര് കാണുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം, അല്ലെങ്കിൽ എനിക്ക് കഷ്ടപ്പാട് വരും, എനിക്ക് പനി വരും, എന്റെ ഉപാവും മാറ്റി തരണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം. ഇങ്ങനെയുള്ള ദൈവങ്ങളെയാണ് കുഞ്ഞുങ്ങൾ കണ്ട് വളർന്നു വരുന്നത്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ ഇടി വെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ആകാശത്തോടെ കല്ലുരുട്ടുമ്പോ കല്ല് തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ് ഇടിയെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഇടി. അപ്പൊ നമ്മൾ കാണുന്ന ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലായിരിക്കും, പല ഫോമിലായിരിക്കും അവർ ദൈവങ്ങളെ കാണുന്നത്.
സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കാനും ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കാത്തു രക്ഷിക്കാൻ ഇങ്ങനെ ഒരാളുണ്ട്. അങ്ങനൊക്കെ പറഞ്ഞും ചിന്തിച്ചും സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, ഇങ്ങനൊക്കെ പറഞ്ഞ് പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങള് ഇതൊക്കെ ആയിരിക്കും എല്ലാ മതത്തിലും ചെയ്യുന്നത്. സ്നേഹവും സന്തോഷവും സഹോദര്യവും ഇതൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ടായി മാറുന്നത്. ഇവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പൊ ജെഫിൻ പറഞ്ഞതുപോലെ ആ ദൈവത്തെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിനെ നമ്മൾ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ നമ്മള് ഇപ്പോ ഞാൻ ഈ മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രാർത്ഥനകള് അല്ലെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങള് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് പല പല യൂണിഫോം ആയിട്ട് നമ്മള് ലോകവ്യാപകമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പർട്ടിക്കുലർ ഈ മതത്തിന്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റു മതത്തിലുള്ള കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്ക് അതൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടെന്നല്ല, സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം. പർട്ടിക്കുലർ ആയിട്ട് ഒരെണ്ണം മാത്രം സെലിബ്രേറ്റ് ചെയ്തുകൂടാ. അപ്പം ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ക്രിസ്മസും ഓണവും നബിദിനവും എല്ലാം ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ ചില പർട്ടിക്കുലർ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയുള്ള മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾസ് ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ മാത്രം സ്പോട്ട് ചെയ്തവര് എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? അപ്പൊ മറ്റുള്ള കുഞ്ഞുങ്ങൾ ആലോചിക്കും, എന്തായാലും ഞങ്ങളുടെ ഡേയ്സ് ഒന്നും അവര് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലോ, ഈ ഇന്ന ദിവസങ്ങൾ മാത്രം. അവർക്കപ്പോ ഒരു വേർതിരിവ് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഇപ്പോ എനിക്കത് പറയണോ വേണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടു വന്നിട്ടുള്ള ഒരു ഇത് തന്നെയാണത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ അത് കൂടുതൽ പറയാൻ പറ്റുന്നത്. അതായത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ കുഞ്ഞുങ്ങൾ വേർതിരിക്കപ്പെടുകയാണ്. എന്തിനാണ് എന്റെ കൂടെ ഇതാണ്ട് എന്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച കുഞ്ഞ് ഇപ്പൊ ദാ അവിടെ പോയി വേറെ ഇരിക്കുന്നു, എന്നാ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം? ആ ഒരു ഡിഫറൻസിയേഷൻ കുഞ്ഞുങ്ങൾക്കിടയിൽ കൊണ്ടുവരരുത്. അവരതിനെ ഇപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്കറിയാം ഇതാണ് അവിടെ നടക്കുന്നതെന്നും അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലാത്തതെന്നും ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കോമൺ സെൻസ് എനിക്കത് വളർന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് വരെ എങ്കിലും അതാണ് ആ ഒരു 10-15 വയസ്സ് അല്ലെങ്കിൽ ഒരു 17 വയസ്സ് വരെ. അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നതിന്റെ ഒരു കാര്യം. അത് ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില് എന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന എന്റെ ഫ്രണ്ടും ഞാനും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്, ഞാനും അവനും ഒന്നല്ല എന്നുള്ള കാര്യങ്ങൾ ഊട്ടി ഉറപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ലോകം മൊത്തമുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ എന്തൊക്കെയോ വേർതിരിവുകളുള്ള മനുഷ്യന്മാരായിട്ട് കാണാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നല്ല വാല്യൂസ് കൊടുക്കാൻ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജിൽബി പറഞ്ഞ പോലെ എല്ലാം നമ്മൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഓക്കെ നല്ലതാണ്, അല്ല ഇത് ചെയ്ത ഇപ്പൊ ഞാൻ എന്റെ ഒരു വിശ്വാസം, ഇത് ചെയ്ത യേശുപ്പച്ച എന്നെ അടിക്കും, മോനെ അങ്ങനെ ചെയ്യല്ലേ യേശുപ്പച്ച അടിക്കും. അപ്പൊ ചില തെറ്റിൽ നിന്നുള്ള കുട്ടികളെ പേടിപ്പിച്ചു നിർത്താൻ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വടി അല്ലെങ്കിൽ ചെറിയൊരു മാർഗമായിട്ട് നമുക്ക് മതത്തിനെ കാണാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സാധാ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ വെറുതെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് അവിടെ തുപ്പരുതെന്ന്. വേണേ ഒരു 10 വട്ടം തുപ്പിയിട്ട് ആ മനുഷ്യൻ പോകും. അതേസമയം നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോട്ടോ വെച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ തുപ്പുമോ? തുപ്പില്ല. എഴുതി വെക്കണ്ട, ഒരു ഫോട്ടോ വെച്ചാൽ മതി. ഒരാളവിടെ തുപ്പോയില്ല. ഒരു കല്ലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മാല ഇട്ട് അവിടെ വെച്ചാൽ അവിടെ ഒരു ചപ്പ് ചവറും വീടില്ല. അതിനു പകരം ജസ്റ്റ് കുറച്ച് പൈസ തൊട്ടുകൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള വിളക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വീഴാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും തുപ്പുക അല്ലെങ്കിൽ ചപ്പ് ചവറിടുക എന്നിങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. അപ്പം സർട്ടൻ കൈൻഡ് ഓഫ് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ നല്ല കുറച്ച് കാര്യങ്ങൾ ഊട്ടാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒന്നാണ് മതം. അതിനപ്പുറത്തേക്ക് അതിനെ ഒന്ന് വലിച്ചഴച്ച് വലിയ കാര്യമാക്കി കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരാണ് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ചുരണ്ടി അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിനെ ഒരു കുഞ്ഞിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് അവൻ ചിലപ്പം, ചില കുഞ്ഞുങ്ങൾ ഇതൊക്കെ സർവൈവ് ചെയ്തു പോകും. പക്ഷെ ചില കുഞ്ഞുങ്ങൾ ഇത് വെച്ച് അവരുടെ ഭാവി നശിപ്പിക്കും. ഇത് വെച്ച് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവരുടെ ഉള്ളിൽ പക കൂടും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ കുഞ്ഞ് ഒറ്റക്കിരിക്കേണ്ട വരിക. ഈ ഒറ്റക്കിരിക്കുമ്പോൾ അവന് ഈ പണ്ടത്തെ ഇത് കയറി വരുന്നു, അല്ലെങ്കിൽ പിന്നെയും മതത്തിന്റെ പേരിൽ ഇവന് തോന്നുക, ജസ്റ്റ് സെക്കൻഡ് തോന്നുകയാണ് നശിപ്പിച്ചേക്കാം അവരെ, തീർന്നില്ലേ? ജെഫിൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെററിസം പോലെ ഒരു ആക്ടിവിറ്റി മൈൻഡിലേക്ക് കയറി വന്നാൽ തീർന്നു. ആരാണ് പണ്ടെന്നോ ഏതോ ഒരു അപ്പച്ചൻ പറഞ്ഞു കൊടുത്ത മോനെ അവരോട് മിണ്ടരുത്, അവർ മോശമാണ്, അതിന്റെ പേരിൽ തീർന്നില്ലേ? അപ്പൊ ഇത്തരത്തിലേക്കുള്ള ആക്ടിവിറ്റിയിലേക്ക് നയിക്കാൻ ശക്തമാണ് ഈ തരത്തിലുള്ള ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ചെറിയ സെന്റൻസ്.
കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു എം ടി ക്യാൻവാസ് ആണ്. അവരെ അവരുടേതായ ലോകത്തിൽ അവരുടേതായ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവരെ വിടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ മതം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് അതൊരു ടോക്സിൻ ആയിട്ട് കുത്തിവെക്കാതെ ആ കുഞ്ഞുങ്ങളെ അവര് കളിച്ച് അവര് സന്തോഷത്തോടെ അവർ വളരട്ടെ. എല്ലാ മതത്തിലെയും എല്ലാ ഗ്രന്ഥങ്ങളും അവർ പഠിക്കട്ടെ. അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ. പഠിച്ച് അതിൽ നിന്നുള്ള കോർ വാല്യൂസ് അവർ കിട്ടട്ടെ. കാരണം ഒരു ആക്സിഡന്റ് സംഭവിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബ്ലഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അത് ഇന്ന ആളുടെ ബ്ലഡ്, ഇന്ന റിലീജിയനിലുള്ള ആളുടെ ബ്ലഡ് മാത്രമേ അവിടെ കയറൂ എന്നുള്ള ഒരു നിർബന്ധമില്ല. മനുഷ്യനെല്ലാം ഒന്നാ. അതാ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഫ്ലഡ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്. അപ്പൊ അവിടെ ഒരു മതവും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ആൾക്കാർക്ക് അന്നേരം ജീവനായിരുന്നു വലുത്. അപ്പൊ രക്ഷിക്കാൻ വന്നത് ആരാ, കൂടെ നിൽക്കുന്നത് ആരാ, രക്ഷിക്കുന്ന ആരെയാ, ഇതൊന്നും നോട്ടമില്ലായിരുന്നു. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെയാണ് അത് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയത്തും പ്രായമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. പക്ഷെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. അവരവരുടേതായ രീതിയിൽ അവര് കൂടിയിരിക്കുന്നവരോട് കളിച്ചും ചിരിച്ചും ഒക്കെ അവർ വളർന്നോട്ടെ. ഒരു 10-18 വയസ്സൊക്കെ കഴിഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ സാഹചര്യം വരുമ്പോൾ ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ, ഇച്ചിരി എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതികളിലോട്ട് അവർക്ക് പോകണമെങ്കിൽ അവർ പൊക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് വരെ അവർക്ക് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇന്നസെൻസ്, അവരുടെ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ചെറിയ ടോപ്പിക് ഇത്രയേ ഉള്ളായിരുന്നു. താങ്ക് യു. അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ മറ്റൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. ബൈ ബൈ. ബൈ.